പ്രിയപ്പെട്ടവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. മീനൂട്ടിയുടെ ദുഃഖം. നീലക്കടലിൻ്റെ ആഴത്തിൽ നിശബ്ദമായി ജീവിച്ചിരുന്ന മത്സ്യങ്ങളിലൊന്നായിരുന്നു മീനൂട്ടി. വെള്ളത്തിനുള്ളിലൂടെ സൂര്യപ്രകാശം സ്വർണ്ണ നിറത്തിൽ പെയ്തിറങ്ങി. മീനുകൾ അതിനൊപ്പം നൃത്തം ചെയ്തു. പവിഴപ്പുറ്റുകൾ പൂക്കളെപ്പോലെ വിടർന്നു നിന്നു. നമ്മുടെ സമുദ്രം എത്ര സുന്ദരമാണ്! ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം, മീനൂട്ടി സന്തോഷത്തോടെ പറയും. പക്ഷേ ഈയിടെയായി അവളും ദുഃഖത്തിലാണ്. വെള്ളത്തിന് പഴയ തെളിച്ചമില്ല. മാലിന്യവും ദുർഗന്ധവും നിറഞ്ഞ ജലം അവളെ അസ്വസ്ഥയാക്കി. ചിലപ്പോഴൊക്കെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്നുള്ള മാലിന്യവും സമുദ്രത്തിൽ കലർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തുപറ്റി നമ്മുടെ സമുദ്രത്തിന്? അവൾ ആശങ്കപ്പെട്ടു. വലിയ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും മിഠായി കടലാസുകളും നിറഞ്ഞ സമുദ്രം അവളെ ശ്വാസം മുട്ടിച്ചു. ജലജീവികൾക്ക് ശ്വാസം എടുക്കുന്നത് പോലും ബുദ്ധിമുട്ടായി. അന്നും മീനൂട്ടി പതിവ് പോലെ കൂട്ടുകാരനായ ടുട്ടു ആമക്കുട്ടനെ കാണാൻ ചെന്നു. അവൻ നിശ്ചലനായി വെള്ളത്തിൽ പൊന്തിക്കിടക്കുകയായിരുന്നു. അടുത്തെത്തിയപ്പോൾ അവളുടെ ഹൃദയം നിശബ്ദമായി മന്ത്രിച്ചു, എൻ്റെ ടുട്ടു, അവൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവറിൽ കുടുങ്ങി ശ്വാസം മുട്ടിയിരിക്കുന്ന ടുട്ടു. ടുട്ടു, എഴുന്നേൽക്കൂ ചങ്ങാതി, നമുക്ക് ഒരുമിച്ച് നീന്തണം. മീനുവിൻ്റെ ശബ്ദം വിറച്ചു. പക്ഷെ ആമക്കുട്ടൻ മിണ്ടിയില്ല. ആ നിമിഷം സമുദ്രം നിശബ്ദമായി കരഞ്ഞു. തീരങ്ങളിലേക്ക് അടിച്ചു പൊന്തുന്ന തിരകൾ പോലും ദുഃഖത്തോടെ വിലപിക്കുന്നതായി അവൾക്ക് തോന്നി. മീനുവിനത് സഹിക്കാനായില്ല. അവൾ മേലോട്ടേക്ക് നീന്തി, മനുഷ്യരുള്ള ലോകത്തേക്ക്. കടൽ തീരത്ത് ഒരു ചെറിയ കുട്ടി മണ്ണിൽ കളിച്ചുകൊണ്ടിരുന്നു. മീനു തൻ്റെ തല വെള്ളത്തിനു മുകളിൽ പൊന്തിച്ചുകൊണ്ട് നോക്കി. കണ്ണുകളിൽ നിറഞ്ഞ വേദനയോടെ നോക്കുന്ന മീനിനെ കണ്ട് കുട്ടി നിശ്ചലനായി. കടലിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത് പ്ലാസ്റ്റിക് കുപ്പികൾ, മാലിന്യങ്ങൾ, ശ്വാസം മുട്ടുന്ന ജീവികൾ. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് കവറിലേക്ക് അവൻ നോക്കി. കടലിൽ വലിച്ചെറിയാതെ അത് മടക്കി കയ്യിലേക്ക് വച്ചു. അന്ന് അവൻ വീട്ടിലെത്തി പറഞ്ഞു, അമ്മേ, കടൽ ദുഃഖത്തിലാണ്. അടുത്ത ദിവസം ഒറ്റയ്ക്ക് അവൻ കടൽ തീരത്ത് ചെന്നു. ഒരു ചെറിയ ബാഗ് എടുത്ത് മാലിന്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നീട് ഒരാൾ കൂടെ കൂടി, പിന്നെ മറ്റൊരാൾ. അങ്ങനെ ചെറിയ കൈകൾ ചേർന്ന് വലിയ മാറ്റമായി. ദിവസങ്ങൾ കടന്നു. വെള്ളം വീണ്ടും ശുദ്ധമാകാൻ തുടങ്ങി. മീനൂട്ടി വീണ്ടും പ്രകാശം കാണാൻ തുടങ്ങി. ഒരു ദിവസം അവൾ വീണ്ടും ആഴത്തേക്ക് നീന്തി. അവൾക്ക് തോന്നി സമുദ്രം വീണ്ടും ശ്വസിക്കുന്നു. അവൾ നിശബ്ദമായി കണ്ണടച്ചു. ടുട്ടുവിൻ്റെ ഓർമ്മയിൽ ഒരു ചെറിയ കണ്ണുനീർത്തുള്ളി വെള്ളത്തിൽ ലയിച്ചു. മീനു മനസ്സിൽ പറഞ്ഞു, ഹേ മനുഷ്യ, ഞങ്ങളുടെ ദുഃഖം നിങ്ങളോട് പറയാനുള്ള കഴിവില്ല. പക്ഷേ ബുദ്ധിയുള്ള നിങ്ങൾ അത് മനസ്സിലാക്കി പെരുമാറണം. നാം ജീവിക്കുന്ന ഭൂമിയും സമുദ്രവും മലിനമാക്കരുത്. പ്രകൃതിയുടെ വരദാനത്തെ നശിപ്പിക്കരുത്. ആവേശത്തോടെ മുകളിലെത്തി നോക്കുമ്പോൾ സൂര്യകിരണത്തിന് കൂടുതൽ ശോഭയുള്ളതായി അവൾക്ക് തോന്നി. അകലെ ഒരു കപ്പലിൻ്റെ ഹോൺ മുഴങ്ങുന്നുണ്ടായിരുന്നു.